ഹായ്, ഞാൻ അപ്സ കേരജി. നിങ്ങൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ അത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ ലൈഫിൽ നടന്നൊരു റിയൽ ഇൻസിഡൻറ്റ് വീഡിയോ ആയിട്ട് കാണിച്ചു. അതിൻ്റെ കമൻസിൽ ഫുള്ള് ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാണ്, ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ്. ഒരു കാര്യം അറിയാത്ത റിയാക്ഷൻ വീഡിയോ ചെയ്ത കുറേ പേരുണ്ടല്ലോ, അവരെന്നോട് ഒരു തവണയെങ്കിലും ആ വീഡിയോയിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ചോദിക്കത്തില്ല. എന്താ? അവർക്ക് കണ്ടന്റ് വേണം. കണ്ടന്റ് ഇല്ലാതിരുന്ന സമയത്ത് പുതിയ കണ്ടന്റ് കിട്ടി, അതുകൊണ്ട് അവരത് ആഘോഷിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ വേറെ കുറേ പേര് ആ വീഡിയോ കണ്ട് ചോദിക്കുന്നുണ്ടല്ലോ, ഞാൻ റിയാക്ട് ചെയ്തില്ലെന്ന്. നിങ്ങൾ കണ്ടോ ഞാൻ റിയാക്ട് ചെയ്തോ ഇല്ലയെന്ന്? ഞാൻ നിങ്ങളെ കാണിച്ച കുറച്ച് സെക്കൻഡ്സ് വീഡിയോ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞാൻ അയാൾക്ക് അവിടെ വെച്ച് കൊടുക്കേണ്ട റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യാൻ വരണ്ട. പിന്നെ വേറെ കുറേ പേര് ചോദിക്കുന്നുണ്ട്, അയാൾ മാന്യമായിട്ടാണല്ലോ ഇരിക്കുന്നത്, അയാൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ. ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് അയാൾ പിന്നെ മാന്യനായിരുന്നു. എൻ്റെ കമൻറ്റ് സെക്ഷനിലുള്ള കുറേ ആളുകളുണ്ടല്ലോ, അവരാ ഏറ്റവും വലിയ ക്രിമിനൽസ്. നമ്മൾ പേടിക്കേണ്ടത് അവരെയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ അമ്മയ്ക്കോ പെങ്ങൾക്കോ നാളെ ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന് വന്ന് പറയുന്നു, അപ്പം നിങ്ങൾ ആദ്യം തെളിവ് ചോദിക്കുമോ? അതോ അവരൊന്നും പ്രതികരിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ പഴമിഴിഞ്ഞിരുന്നേന്ന് ചോദിക്കുമോ? നിങ്ങൾ അതായിരിക്കും ചോദിക്കാൻ പോകുന്നത്. ഇത് കാണുന്ന എൻ്റെ അനിയത്തിമാരോട് എനിക്കൊരു കാര്യം പറയുള്ളൂ, നിങ്ങളും എന്നെ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധാരണക്കാരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഒട്ടും സേഫ് അല്ല. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സ് എടുത്തോ ജോലിക്കായിട്ടോ വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കൂ. നിങ്ങൾക്ക് ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടാകത്തില്ല. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് എൻ്റെ കമൻറ്റ് ബോക്സ്. ഹായ്. അപ്സയുടെ ആദ്യത്തെ വീഡിയോയിലുണ്ടെങ്കിൽ ഇതേ കണക്ക് നമ്മളെ കാണിക്കുന്നത് രണ്ടുപേരും അവിടെ ഒരു സീറ്റ് ഇരിക്കുന്നത്, അതോടെ തന്നെ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് തന്നെ കയറി മോശമായിട്ടുണ്ടെങ്കിൽ ശരീരത്തെ കൈവച്ചെന്നുള്ള രീതി മാത്രമാണ് പറയുന്നത്. നമ്മൾ ആ വീഡിയോ നോക്കുമ്പോൾ അതിനകത്തൊന്നും കാണുന്നില്ല. ആ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് അതിനകത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് മുമ്പത്തുള്ള വീഡിയോയിൽ ഇതേ കണക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അയാളുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ഇതേ കണക്ക് ട്രൈ ചെയ്യുന്നുള്ളൊരു കാര്യം. ഇതിനകത്ത് അങ്ങനത്തെ ഉള്ള ഒരു കാര്യം നമുക്ക് കാണത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലുണ്ടെങ്കിൽ ഇതേ കണക്ക് നമ്മൾ ഒരാൾ പറയുന്നത് മാത്രം വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾ കാണിച്ച വീഡിയോയിൽ ഇതേ കണക്കുണ്ടെങ്കിൽ ഒരു സൈഡ് മാത്രമേ നമ്മൾ കണ്ടോളൂ. തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ആ കണ്ട വീഡിയോയിൽ നമുക്ക് എന്തുവാണ് കാണുന്നത് അതിന് മാത്രമാണ് ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞത്. ഇപ്പം ഇതേ കണക്ക് ഒരുപാട് പേര് പറയുന്നുണ്ട് ആ സിറ്റുവേഷനിൽ ഇതേ കണക്ക് ചില സമയങ്ങളിൽ റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല, അത് കഴിഞ്ഞിട്ടായിരിക്കും ഇതേ കണക്ക് പറയുന്നത് എന്നുള്ള രീതിയിൽ. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മോശം അഭിപ്രായം അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായി അപ്പോൾ അവിടെ തന്നെ റിയാക്ട് ചെയ്യണം. ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ ആരെങ്കിലും ആയിരുന്നാലും ശരി ഇതേപോലുള്ള കാര്യം വന്ന് ഞാൻ തീർച്ചയായിട്ടും ചോദിക്കും, നിങ്ങൾ അവിടെ റിയാക്ട് ചെയ്തോ ഇല്ലയോ എന്ന് ചോദിക്കും. അതോടെ തന്നെ നിങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെ ജഡ്ജ് ചെയ്യാൻ പാടില്ല, ഞാൻ റിയാക്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയത്തില്ലയോ അങ്ങനെ എങ്ങനെയാണെന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇതുണ്ടെങ്കിൽ ആരും ഇനി എന്തോ സംഭവിച്ചെന്നുള്ള ഒരു കാര്യവും നോക്കത്തില്ല. ഇപ്പോൾ നിങ്ങൾ കാണിച്ച വീഡിയോയിൽ എന്തോ സംഭവം നടന്നിരിക്കുന്നതെന്ന് മാത്രമേ നോക്കത്തുള്ളൂ. ആ സമയത്തുണ്ടെങ്കിൽ നിങ്ങൾ റിയാക്ട് ചെയ്തിട്ടില്ല, അതോടെ തന്നെ ഉണ്ടെങ്കിൽ ആ വ്യക്തി ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യുന്നില്ലെന്നാണ് ആൾക്കാർ കണ്ടിരിക്കുന്നത്. ആ സമയത്ത് അത് കാണുന്ന വെച്ചിട്ടായിരിക്കും ഒരുപാട് പേര് അതിനെപ്പറ്റിയേ സംസാരിക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്ത് സംഭവിച്ചു എന്നുള്ളതൊന്നും ആരും ചിന്തിക്കത്തില്ല. ഇപ്പോൾ ചോദിക്കാൻ വേണ്ടി ഒരുപാട് പേര് അതിൻ്റെ സമയം അല്ലെങ്കിൽ ഇതേ കമൻറ്റ് ബോക്സിൽ നിന്ന് എന്ത് പറ്റിയെന്ന് ആദ്യം ചോദിക്കത്തില്ല. ആ കാണുന്ന വീഡിയോയിൽ മാക്സിമം ഉണ്ടെങ്കിൽ രണ്ട് സൈഡ് ആൾക്കാരായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഈ വീഡിയോ കാണുന്നത് ഒന്നെങ്കിൽ ഇതേ കണക്ക് വിക്റ്റിമായിട്ടുള്ളവരുണ്ടായിരിക്കും, ചിലരുണ്ടെങ്കിൽ ഇതേ കണക്ക് ഇല്ലാത്ത രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ആൾക്കാരെ ഫ്രെയിം ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് ഇത് കാണുമ്പോഴത്തേക്ക് ഇതും പറ്റിപ്പോകാനൊന്നും തോന്നാനുള്ള വളരെയധികം സാധ്യതയുണ്ട്. അല്ലാത്തവർക്കുണ്ടെങ്കിൽ ഇത് തോന്നും തീർച്ചയായിട്ടും ഇതേ കണക്കുള്ള അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ടെന്ന് സപ്പോർട്ടും ചെയ്തു. സോ രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്ത് ഇട്ടാലും അത് നോർമലായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നിങ്ങൾക്കൊരു ഇങ്ങനത്തുള്ള പ്രശ്നം വന്നത് നിങ്ങൾ തന്നെ ഇപ്പോൾ തുറന്ന് പറയുന്നുണ്ട്, അതും കറക്റ്റായിട്ടുള്ള കാര്യം തന്നെ. നിങ്ങളെ ഭാഗം നിങ്ങൾ വിശദീകരിച്ച് ഒരു വീഡിയോ ഇടുന്നത് നല്ലത് തന്നെയാണ്.